മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയുമാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്, നമ്മൾക്ക് ഇവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആരും ആഘോഷിക്കേണ്ട, എൻ്റെ ജീവിതം തന്നെ ഒരു നരകമാണ്. അയാൾക്ക് കാലുകൾക്ക് സ്വാധീനമില്ലെങ്കിൽ എന്താ, അയാളാണെങ്കിൽ കേക്ക് മുറിച്ച് തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി നല്ല രീതിയിൽ ആഘോഷിക്കും. എനിക്കത് ആഘോഷിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം എനിക്ക് ഭർത്താവില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ ജീവിതം വളരെ നരകമായി പോയി, അതുകൊണ്ട് ഇനി ആ നരകത്തിലോട്ട് പോകാൻ നിങ്ങൾ രണ്ടുപേരും എന്നെ നിർബന്ധിച്ചാലുണ്ടല്ലോ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി പോകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണ പോകുന്നു. കരുണയുടെ പിറകെ മുത്തശ്ശിയാണെങ്കിൽ ഓടി പോകുന്നുണ്ട്, മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ. പിന്നീട് ഉണ്ണിയാണ് കാണിക്കുന്നത്. ഉണ്ണിയാണെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ദുർഗ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്താണ് ചെയ്യുന്നത്, നീ കരുണയെ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, ഇല്ല ഞാൻ വിളിച്ചില്ല, എനിക്ക് അവളെ വിളിക്കാൻ തന്നെ തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയല്ലേ മോനെ, പെൺകുട്ടികളെ വിളിക്കാതിരുന്നാൽ അവൾക്ക് പിന്നെ നിന്നോടുള്ള ഇഷ്ടമില്ലാതായി തീരും, അതുകൊണ്ട് നിൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോണുണ്ടല്ലോ, ഇപ്പം തന്നെ കരുണയെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് ദുർഗ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ദുർഗ പറഞ്ഞ പ്രകാരം കരുണയെ ആണെങ്കിൽ ഉണ്ണി വിളിക്കുന്നുണ്ട്. അന്നേരം കരുണ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, എന്താണ് വിളിച്ചത് എന്ന് കരുണ ചോദിക്കുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, നിൻ്റെ ശബ്ദം കേൾക്കാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോഴേക്കും എൻ്റെ ശബ്ദം എന്താ അത്രയ്ക്ക് സുന്ദരമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കരുണ. 22-ാം തീയതി എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ഉണ്ണിയോട് ചോദിക്കുമ്പോഴേക്കും 22-ാം തീയതി എന്താണ്, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് ഉണ്ണി പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ കല്ല് തുള്ളിക്കൊണ്ട് തന്നെ ഉണ്ണിയോടായിട്ട് പറയുന്നു, നിങ്ങളുടെ അച്ഛൻ ഈ ഭൂമി വിട്ടു പോയ ദിവസമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ വെച്ചിട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് വെക്കുകയാണ്. ഇത് കേൾക്കുന്ന ഉണ്ണിയാണെങ്കിൽ വളരെയേറെ വിഷമിക്കുന്നു. ഉണ്ണി പറയുന്നുണ്ട്, എന്തായിരിക്കും എന്നാൽ 22-ാം തീയതി, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട്. അതേസമയം മുത്തശ്ശിയാണ് കരുണയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്താ മോളെ, ആരോടാണ് കയർത്ത് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും അതെൻ്റെ ഭർത്താവായ ആ ഉണ്ണിയോട് തന്നെ. അവനാണെങ്കിൽ 22-ാം തീയതി ഏത് ദിവസമാണെന്ന് പോലും ഓർമ്മയില്ല. ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ്, അതുകൊണ്ടാണ് ഇയാളെ ഒന്ന് ഒഴിവാക്കി തരാനായിട്ട് ഞാൻ പറയുന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇവൻ ഇത്ര മണ്ടനായി പോയല്ലോ, ഇവനാണെങ്കിൽ ആ ദുർഗയുടെ ബുദ്ധിയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ണൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കണ്ണന് നല്ല ബുദ്ധി കിട്ടി എന്നെല്ലാം പറയുമ്പോഴേക്കും കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം ഇരട്ടിച്ചു വരുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ കല്ല് തുള്ളിക്കൊണ്ട് തന്നെ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഉണ്ണിയാണെങ്കിൽ ദുർഗയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ 22-ാം തീയതി എന്താണെന്ന് അമ്മയ്ക്ക് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, എന്താണ് 22-ാം തീയതി, എനിക്കൊരു ഓർമ്മയില്ലല്ലോ, എന്തെങ്കിലും വിശേഷ ദിവസമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മഹി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും മഹി ഈ സംസാരങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ദുർഗ പറയുന്നുണ്ട്, എന്തായിരിക്കും, എനിക്കൊരു ഓർമ്മയില്ല എന്ന് പറയുമ്പോഴേക്കും മഹി പറയുന്നുണ്ട്, എങ്ങനെ ഓർക്കാനാണ്, നീ നിൻ്റെ കാര്യം മാത്രമല്ലേ ആലോചിക്കാറുള്ളൂ, മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് നീ ആലോചിക്കാറില്ലല്ലോ. എൻ്റെയും കണ്ണേട്ടൻ്റെയും നിൻ്റെയും കരുണയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അന്ന്, നിൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോഴേക്കും ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, ശരിയാണല്ലോ മോനെ, നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ, അയ്യോ അത് മറന്നു പോയല്ലോ, അതറിയാൻ വേണ്ടിയായിരിക്കും മോൾ അങ്ങനെ നിന്നോട് എടുത്ത് ചോദിച്ചതെന്ന് പറയുമ്പോഴേക്കും അയ്യോ അമ്മേ, എനിക്കത് ഓർമ്മ പോലും പോയില്ലല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, കരുണയാണെങ്കിൽ ഇനി അത് മതി എൻ്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കാനെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. സാരമില്ല മോനെ, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവൾക്ക് മേടിച്ചു കൊണ്ടേ കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കാൻ നോക്ക്, എന്നിട്ട് കരുണയെ നീ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ നോക്ക്, എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിട്ട് പോവുകയുള്ളൂ എന്നൊക്കെ ദുർഗ പറയുന്നത് കേട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ വല്ലാതെ നിൽക്കുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിക്ക് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ഓരോ ഫ്രൂട്ട്സായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദുർഗ വരുന്നുണ്ട്. അപ്പോൾ ദുർഗയ്ക്കാണെങ്കിലും ഇത് കാണുമ്പോഴേക്കും വളരെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താടാ, ഒരിക്കലും ഇല്ലാത്ത ഒരു പതിവാണല്ലോ ഇപ്പോൾ കാണുന്നതെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ വല്ലാതെ ഒരു നോട്ടം നോക്കുന്നുണ്ട് ദുർഗയെ. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, സാധാരണ വയറ്റിലുള്ള പെണ്ണുങ്ങൾക്കാണ് ഭർത്താക്കന്മാർ ഇങ്ങനെ സ്നേഹപ്രകടനങ്ങളെല്ലാം ചെയ്യുന്നത്, പക്ഷേ ഇവിടെ ഇപ്പം അതങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെ നിനക്കെന്തിനാണ് അവിടെ ഇത്ര വലിയ ഇഷ്ടം അവളോടെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ വീടാണ്, ഞാൻ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യും, അത് കാണാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയ്ക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കണ്ണൻ. ഇപ്പോൾ എന്താണെങ്കിലും കരുണയുടെ ശല്യം പോലും ഇല്ലല്ലോ, ഇപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാമല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ അവിടെ നിന്നും പോകുന്നു. പിന്നീട് കരുണയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്,
ആ വാമദേവനാണെങ്കിൽ ഇത്രയൊക്കെ ചെയ്തു, പക്ഷേ ആ കണ്ണൻ്റെ കാര്യത്തിൽ മാത്രം അയാൾ ഒന്നും ചെയ്തില്ല. അന്ന് ആ കണ്ണനും കൂടി ഇല്ലാതായിരുന്നെങ്കിൽ ഇന്ന് ഈ ശല്യം ഉണ്ടാവില്ലായിരുന്നു, എൻ്റെ മോൾക്ക് സന്തോഷകരമായിട്ട് അവിടെ ജീവിക്കാമായിരുന്നു എന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. കരുണ ചോദിക്കുന്നു മുത്തശ്ശിയോട്, അപ്പോൾ കണ്ണേട്ടൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത് മേഘേട്ടൻ്റെ അച്ഛനാണോ എന്നൊക്കെ വളരെ സംശയത്തോടു കൂടി തന്നെ മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആകെ പരിഭ്രാന്തി ആകുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല മോളെ, വാമദേവനൊന്നും ചെയ്തതല്ല. വാമദേവനാണെങ്കിൽ മന്ത്രവാദിയെ കൊണ്ടാണ് ചെയ്യിച്ചത്. കാരണം മന്ത്രവാദി ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവിച്ചതെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കരുണ ചോദിക്കുന്നുണ്ട്, മന്ത്രവാദിയോ? അതെന്താ മന്ത്രവാദി ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല പണ്ടെല്ലാം അങ്ങനെയാണ്, ആരെങ്കിലും ഒന്നും നശിഞ്ഞു പോകാൻ വേണ്ടി മന്ത്രവാദികളെ കൊണ്ട് പൂജയൊക്കെ നടത്തും, അങ്ങനെ ചെയ്തപ്പോഴാണ് കണ്ണൻ്റെ അച്ഛൻ ഇല്ലാതായതെന്നെല്ലാം പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ കണ്ണ് തള്ളി നിൽക്കുകയാണ്. പിന്നീട് പലഹാരങ്ങളുമായിട്ട് മോഹിനിയാണെങ്കിൽ കമലേശ്വരത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ മഹിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കമലേശ്വരത്ത് എത്തുന്നത്. അങ്ങനെ കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും ദുർഗയാണെങ്കിൽ വന്ന് കതക് തുറക്കുന്നുണ്ട്. അങ്ങനെ ദുർഗ ആണെങ്കിൽ നോക്കുമ്പോഴേക്കും മോഹിനിയാണ് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ മോഹിനിയെ കാണുന്നതും ദുർഗയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഓ എന്താണ് വിശേഷിച്ച് ഇങ്ങോട്ടെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും ഞാൻ മോൾക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നതാണെന്ന് പറയുമ്പോഴേക്കും അതെന്താണ് പലഹാരങ്ങളെല്ലാം പ്രത്യേകിച്ച് എന്താണ് ഇപ്പം ഇത്ര, ഇവിടെ വേറെ പ്രത്യേകതയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അല്ല അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊണ്ടുവന്ന് തരാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് മോഹിനി. അതേസമയം അങ്ങോട്ടേക്ക് മഹാലക്ഷ്മി വരുന്നുണ്ട്. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് തന്നെ അകത്തോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അതേസമയം ഇത് കണ്ട് ദുർഗയ്ക്കാണെങ്കിൽ വളരെയേറെ സംശയമാകുന്നുണ്ട്. ദുർഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കണ്ണനാണെങ്കിൽ ഫ്രൂട്ട്സ് വാരി കൊടുക്കുന്നു, ഇപ്പോൾ കുറേ പലഹാരവുമായിട്ട് അമ്മ ദേ വന്നിരിക്കുന്നു, എന്തോ ഒന്ന് ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ടല്ലോ, എന്താണെന്നൊന്നും കണ്ടുപിടിക്കണമെന്നെല്ലാം ദുർഗ തീരുമാനിക്കുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.